സഹൃദയരെ നമ്മൾ പറയുന്നില്ല ജെൻസികളെ കണ്ട ഒരു ഉപയോഗമില്ല. അവർ പാഴായിപ്പോയ തലമുറയാണ് നമ്മൾ പറയുമായിരുന്നു. നേപ്പാളിൽ നടക്കുന്ന പ്രശ്നം കണ്ട ജെൻസി പിള്ളേരെ ഇറങ്ങിയത് കാരണം സർക്കാർ താഴെ വീണ്. ഒരു എക്സ് പ്രൈം മിനിസ്റ്ററിന്റെ ഭാര്യയെ തീയിട്ടവർ കൊന്നു. വീണ് തീയിട്ടാണ് അവർ അതിനകത്തുണ്ടായിരുന്ന ട്രാപ്പായി മരിച്ചു എന്ന് പറയുന്നു. നോക്കൂ, തൊഴിലില്ലായ്മയുടെ ഒരു പീക്ക് ലെവലാണ് നിങ്ങളീ കാണുന്നത്. സംഭവം ഇതിന്റെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്ത വിഷയമല്ല. അതിന് മുന്നേ തന്നെ ചെറിയ രീതിയിലുള്ള പൊട്ടിത്തെറികളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഗവൺമെന്റിനെതിരെയൊക്കെ. നെപ്പോട്ടിസം ആണ് ഇതിന്റെ മെയിൻ പ്രശ്നം. അവിടുത്തെ പൊളിറ്റീഷ്യൻസിന്റെ മക്കളും അവരൊക്കെ ഭയങ്കര ലക്ഷറി ലൈഫ് ജീവിക്കുന്നു, പുറത്തൊക്കെ പോയി പഠിക്കുന്നു. അവിടെയുള്ള സിറ്റിസൺസ് 19, 20, 25 താഴെയുള്ള പിള്ളേരൊക്കെ കഷ്ടപ്പെട്ട് തിരിഞ്ഞ് ജോലിയില്ലാതെ നടക്കുന്നു. അവരുടെ ജീവിതം ദുരിതപൂർണ്ണമാകുന്നു. ഇതിനിടയിൽ ഒരു വീഡിയോ കിടന്ന് വൈറലാകുന്നു. അതായത് ഈ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് മക്കളൊക്കെ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഷൂസും ബാഗ്സും ഒക്കെ വാങ്ങിച്ച് അടിപൊളി ലൈഫ് ജീവിക്കുന്നു. അതിലൊരുത്തൻ ഷൂ കൊണ്ടൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചേക്കുന്നു എൻ്റെ വീട്ടിലൊക്കെ. അതൊക്കെ കത്തിച്ച് കളഞ്ഞു പയ്യന്മാരിപ്പോൾ കയറിയിട്ട്. സോ അതുപോലത്തെ കുറെ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനത്തെ ഇവർക്കെതിരെ ഒരു വീഡിയോ വൈറലാകുന്നു. ഈ വീഡിയോ വൈറലായ കാരണം അത് ഗവൺമെന്റിന് ഇഷ്ടപ്പെടാതെ ഇവർക്കത് ഇഗ്നോർ ചെയ്ത് കളയാന്നുള്ളായിരുന്നു. അപ്പോൾ അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചു. അവരെന്ത് ചെയ്തു? അവർ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാം എന്ന് വെച്ചാൽ ഇവരുടെ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കംപ്ലീറ്റ് സാധനങ്ങളും അവിടെ അങ്ങ് ബാൻ ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് അവർ പറയുന്ന രീതിക്ക് നടക്കണം എന്നൊരു ഒരു ധ്വനി അവിടെ ഉണ്ടാക്കിയെടുക്കുന്നു. പിള്ളേരെ ഇറങ്ങി ചെറിയ തുടങ്ങി വലുതായി പോലീസിന്റെ കയ്യിൽ നിൽക്കാതെ വന്നു. പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവൻ രാജിവെച്ചു. പിന്നെ മിലിറ്ററി ഇറങ്ങേണ്ടി വന്നു. വലിയ പ്രശ്നമായി. സർക്കാർ താഴെ വീണു. ഫിനാൻസ് മിനിസ്റ്ററൊക്കെ ഓടിച്ചിട്ട് അടിക്കുന്നത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക്. നമ്മുടെ യങ് ജനറേഷനെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആക്കി കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ സർക്കാരിനെ കൊണ്ടൊന്നും അത് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇതൊരു ചെറിയ വിഷയമല്ല. ഒരു സർക്കാരിനെ താഴെ വലിച്ചിടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇനി പുതിയ പ്രൈം മിനിസ്റ്റർ എനിക്കറിയില്ല ആരാണ് അവിടെ എടുക്കാൻ പോകുന്നതെന്ന്. എന്തായാലും അവിടുത്തെ വിഷയം അവിടെ ഭയങ്കര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ വെളിയിലിറങ്ങി അടിച്ച് വീടും കാറും പോലീസ് ജീപ്പുകളും 19 പേരാണ് ഷൂട്ട് ഔട്ടിൽ മരിച്ചത്, കൊച്ചുപിള്ളേർ ഉൾപ്പെടെ. അല്ലെങ്കിൽ പ്രായപൂർത്തി ആവാത്ത പിള്ളേർ വല്ല ഉണ്ടെന്ന് പറയുന്നു. അപ്പം നിങ്ങളത് ആലോചിച്ച് നോക്കൂ, എന്ത് വലിയ കലാപമാണ് ഉണ്ടായിരിക്കുന്നതെന്ന്. ഇനി ആരും ജെൻസി പിള്ളേരെ കുറച്ച് കാണില്ല. ഇത് 1ാം ജെൻസി റവല്യൂഷൻ എന്നറിയപ്പെടും.